സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദിലെ കോടതി ഇന്നും വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ സമയം 3 മണിക്കാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൗദി സമയം 12:30 മണിയോടെയാണ് അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ 2 തവണ മാറ്റിവെച്ച കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അബ്ദുറഹീമും അഭിഭാഷകനും കോടതിയിൽ ഹാജരാകുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 8-ന് മാറ്റിവെച്ച കേസ് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുന്നത് ജയിൽ മോചനത്തിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാകുമെന്നാണ് സഹായസമിതി വിലയിരുത്തുന്നത്. ഇന്ന് മോചന ഉത്തരവുണ്ടായാൽ റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് അബ്ദുറഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. 2006 അവസാനമാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം സൗദിയിലെ ജയിലിലാകുന്നത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ 2-ന് കോടതി വധശിക്ഷ റദ്ദാക്കി. സാങ്കേതിക പ്രശ്നങ്ങളും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസുമാണ് ജയിൽ മോചനം വൈകാൻ കാരണമെന്നാണ് സൂചന. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയുമെല്ലാം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. യെസ്, അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷയിലാണ്. കാരണം ആ മാസ് ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. അതിൽ 24 എത്രമാത്രം പാർട്ടായിട്ടുണ്ടെന്നൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്.